ഞങ്ങൾ ഈ കടലിൻ്റെ കടൽക്കരയിലൂടെ ഇങ്ങനെ ബീച്ചിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ആ ബീച്ച് അപ്പോൾ ആ സമയത്ത് ലോ ടൈഡാണ്. അപ്പം വെള്ളം ഇറങ്ങി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇത് എപ്പോൾ കയറി വരുമെന്നൊന്നും നമുക്ക് പറയാൻ ഒക്കത്തില്ല. ഈ ഭാഗമെല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട് പലപ്പോഴും, അതായത് സുനാമി പ്രോൺ ഏരിയ എന്നുള്ളതാണ്. അപ്പോൾ സുനാമി പ്രോൺ ഏരിയ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പല പ്രാവശ്യം സുനാമി അടിച്ചിട്ടുണ്ട്, കയറി വരും. ഇത് മൊത്തം കുടിഞ്ഞ് കയറി അങ്ങ് എടുക്കും. അത് കുറേ ദൂരമുണ്ട് സുനാമി പ്രോൺ ഏരിയ ആയിട്ടുള്ളത്. അപ്പോൾ സുനാമി ഇന്ന് റിലീസ് ചെയ്തേക്കുന്ന ഭാഗങ്ങൾ വരുമ്പോൾ അതും എഴുതി കാണിക്കും ബോർഡ്. റോഡിലെല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അത് സുനാമി വന്നാൽ സൂക്ഷിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. കാരണം ഇതെപ്പോൾ അടിച്ച് കയറി വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കയറി വന്നു കഴിഞ്ഞാൽ മൊത്തം കൂടെ അങ്ങ് വാഷ് ചെയ്തങ്ങ് പോകും. അപ്പോൾ ഞങ്ങൾ ഈ ബീച്ചിലൂടെ ഇങ്ങനെ ചെല്ലുമ്പോൾ ഈ പാറയുടെ അടുത്ത്, ഈ പാറയുടെ പേര് മോൻ പറഞ്ഞു തന്നു. അതായത് ഹേ സ്റ്റോക്ക് റോക്ക് എന്നാണ്. ഹേ സ്റ്റോക്ക് അതായത് നമ്മുടെ ഈ വൈക്കോലില്ലേ കച്ചിൽ, വൈക്കോൽ ഇങ്ങനെ കൂന കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതേപോലുള്ള ഒരു ഭീമാകാരമായ പാറയാണ്. അത്ര വലിപ്പമുള്ളതാണ് ആ പാറ. ഇങ്ങനെ ഉയർന്നു നിൽക്കുക. അതിൻ്റെ അടുത്തായിട്ട് കുറച്ചൊക്കെ വിട്ടിട്ട് അതിന് ഇടയിൽ കൂടെ സ്ഥലമുണ്ട്, കുറച്ച് അല്ലാത്ത പാറകൾ ചെറുത്. അതൊരു 5 or 6 എണ്ണം അതിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഇവിടെ ഈ പാറയിൽ നോക്കുമ്പോൾ എന്താ അറിയോ, ഞാൻ ആ പാറ ഒന്ന് പകർത്തി, അത് ഒരു നല്ലൊരു കാഴ്ചയാണ്. അത് വളരെ, അതായത് ഞങ്ങൾക്ക് ഒരു 50 അടി അകലം മാത്രമേ ഉള്ളൂ. അതായത് വെള്ളത്തിൻ്റെ ആ മാർജിനിൽ നിന്ന്, കാരണം ലോ ടൈഡ് ആയതുകൊണ്ടാണ് അങ്ങോട്ട് കാണാനുള്ളത്. അപ്പോൾ ഇത് ഒരു ബിരുദൻ ഇറങ്ങി ഇതിനടുത്തോട്ട് പോകുന്നത് കണ്ടു കേട്ടോ. അതായത് അങ്ങോട്ട് നടന്നു. പക്ഷേ ആ പാറയിൽ ഒരു വലിയ ബോർഡ് വെച്ചേക്കുന്നത്, അത് നമുക്ക് ഇവിടെ നിന്നാലും കാണാം കേട്ടോ. അതിനകത്ത് ആ പാറയിലേക്ക് ഇതിന് ഡോണ്ട് ക്ലൈംബ്, അതിനകത്ത് കയറരുത് എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഈ കടപ്പുറത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, നടക്കാനൊരു വളരെ അഗ്ലി ആയിട്ടുള്ള ഒരു കാര്യം കണ്ടു. വേറെ ഒന്നുമില്ല, ബാക്കിയെല്ലാം വൃത്തിയാണ്. അതായത് ഈ ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞാൽ അങ്ങ് ധാരാളമാണ് അവിടെ. അതിങ്ങനെ ആ ജെല്ലി ഇങ്ങനെ ഉരുവി കിടക്കുന്ന പോലെ കിടക്കുകയാണ് അവിടെ എല്ലാം. അപ്പോൾ നമുക്കതൊരു മനം പുരട്ടലുണ്ടാവും ഇതിനെ ചവിട്ടുന്നതിനൊക്കെ. ഇത് ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ ഈ ജെല്ലി ഫിഷ്. അപ്പോൾ ഇത് ഉള്ളപ്പോൾ ഇതിനെ ആരും പിടിക്കത്തൊന്നുമില്ല. ഇത് ഉള്ളിടത്ത് കുളിക്കാനിറങ്ങാനും പറ്റത്തില്ല കടലിൽ. അങ്ങനെ ഒരു സായിപ്പ് വന്ന് പതുക്കെ ഉടുപ്പ് വരുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അവിടുത്തെ വാച്ച് ആൻഡ് വാർഡ് ഉള്ള ഒരു ലേഡി വന്ന് പറഞ്ഞു, നോ യു കനോട്ട്, അത് ഇതിന് പെർമിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോവുകയാണ്. പിന്നെ കടപ്പുറത്തൂടെ ഈ ബൈക്ക് ഓടിക്കുന്ന ആളുകൾ, ബൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള വലിയ കനത്ത വീലുകളുള്ള, അതവിടെ വാടകയ്ക്ക് കിട്ടും, അത് ഓടിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഇങ്ങനെ ചാരി കിടന്നുകൊണ്ട് ചവിട്ടി ഞങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹിബിനെ മദാമയും കണ്ടു. അവർ രണ്ടുപേരും ഇതിങ്ങനെ കിടന്ന് ചവിട്ടിക്കൊണ്ട് പോകുന്ന ഒരു സാധനമുണ്ട് കേട്ടോ. അത് കടപ്പുറത്തൂടെ പോവാം. അവർ വലിയ ആഘോഷമാണ് അവിടെ കേട്ടോ. കുഞ്ഞുങ്ങൾ ഇങ്ങനെ തിമിർത്ത് കളിക്കുന്നു, ഓടി നടന്ന് കളിക്കുന്നു. അതിനിടയിൽ ഒരാൾ പട്ടിയെ പരിശീലിപ്പിക്കുന്നു കേട്ടോ. നായ്ക്കളെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ കയ്യിലും 1ഉം 2ഉം നായ്ക്കളാണ് ഉള്ളത്. അതിനെയൊക്കെ ബീച്ചിൽ കൊണ്ടുവരും. കാരണം ഈ മക്കളെ കാണിക്കുന്നത് പോലെ തന്നെ ഈ പട്ടികളെ കൊണ്ടൊന്ന് കാണിച്ചു വെക്കുള്ളവർക്ക് ഇതെല്ലാം, ഈ കാഴ്ചകളെല്ലാം അവരെവിടെ പോയാലും ഇത് കാണിക്കും. എന്തിന്, റെസ്റ്റ് റൂമിൽ വരെ ഈ നായ്ക്കളെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നായയെ വൃത്തിയാക്കുക, അതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല. കാരണം അതിനെ അതുപോലെ സ്നേഹിക്കുകയാണ്. ഈ നായ ഓമനിച്ച് ഒരാളാണെന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ ഈ കാറിനകത്ത് വെച്ച് നായയ്ക്ക് ഭാര്യയും ഭർത്താവും കൂടെ ചെന്നിട്ട് നായ ഇങ്ങനെ നോക്കി കാത്തിരിക്കുകയാണ് കേട്ടോ. അതിന് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു. എന്നിട്ട് ഉടനെ സായിപ്പ് പുറകെ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഇത് കാരണം അവരങ്ങ് പരിപാലിക്കുക ഇതിനെ കേട്ടോ. വളരെ വലിയ സ്നേഹത്തിലാണ് അതിനെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അവിടെ ഇഷ്ടമാതിരി നായ്ക്കൾ. അതിലൊരു ബിരുദൻ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക് ഉണ്ട്. ഇതിങ്ങനെ അന്തരീക്ഷത്തിലോട്ട് വീശിയെറിയും, അത് ഒരുപാട് ദൂരം പോകും. ഇയാളുടെ നായ ഉണ്ടല്ലോ, അതിൻ്റെ പുറകെ കുതിച്ചു പായുന്ന സ്പീഡെന്ന് പറഞ്ഞാൽ 100 കിലോമീറ്ററെങ്കിലും സ്പീഡ് കാണും ഓടുന്ന ഓട്ടം. ഓടിപ്പോയിട്ട് അത് ആ വെള്ളത്തിനടുത്തുനിന്ന് പോയി അത് കടിച്ചെടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് യജമാനന് കൊടുക്കും. അത് ഒന്ന് പകർത്തി കേട്ടോ. എന്നാലും അത് അത്ര വൃത്തിയായൊന്നും എനിക്ക് പറയാൻ ഒക്കത്തില്ല, കാരണം ഇത് അത്ര ഫാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് കിട്ടത്തില്ല എടുക്കാൻ. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. പിന്നെ പട്ടം പറത്തുന്ന കുട്ടികളല്ലത് കേട്ടോ, അമ്മമാരാണ് കുട്ടികൾക്ക് വേണ്ടി പട്ടം പറത്തി കൊടുക്കുന്നു. ആ പട്ടത്തിനെയൊക്കെ നമ്മുടെ ഇവിടുത്തെ ആ ഷേപ്പൊന്നും അല്ല.
ചില അതായത് വളരെ ഒരുപാട് കളർഫുള്ളായിട്ടുള്ള പട്ടങ്ങൾ, അത് ഓരോ ഒരു തുമ്പിയുടെയൊക്കെ ഷേപ്പിലൊക്കെ ഉള്ള പട്ടങ്ങൾ, വലിയ പട്ടങ്ങൾ ഇങ്ങനെ പറത്തുകയാണ് അന്തരീക്ഷത്തിൽ. അത് ആകാശത്ത് ഇങ്ങനെ പറത്തി വിടുന്നു. കുഞ്ഞുങ്ങളത് കണ്ട് തുള്ളിച്ചാടുന്നു, അതിനെ പിടിക്കാൻ നടക്കുന്നു. വളരെ വലിയ ഒരു ആഘോഷമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്. അത് ഏതായാലും ഒരു നല്ല കാഴ്ചയായിരുന്നു. നല്ലൊരു ബീച്ച്. നമ്മുടെ ഇവിടുത്തെ ബീച്ചിൻ്റെ ഒരു പരിവേഷമൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മുടെ ബീച്ചുകളെ കഴിയും വൃത്തിയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ആളുകളുടെ അവിടെയുള്ള ആ പെരുമാറ്റം എന്ന് പറയുന്ന ആരുടെയും പ്രൈവസിയിലൊന്നും ഇൻട്രൂഡ് ചെയ്യുന്ന നമുക്ക് കാണാൻ കിട്ടത്തില്ല. പിന്നെ അപ്പുറത്ത് ഞാൻ നോക്കിയപ്പോൾ ആ മലനിരകളിൽ നിന്ന്, അതായത് ഈ റോഡ് ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തെന്ന് പറയുന്നില്ലേ, അത് ഉയർന്ന പ്രദേശമാണ്. അവിടുന്ന് അതിന് അടിയിലൂടെ ഒരു ചെറിയ നീർച്ചാല് ഒഴുകി ഈ ബീച്ചിന് കുറുക്കെ ഒഴുകാണ്. ഈ ബീച്ചിനെ രണ്ടായിട്ട് മാറ്റിക്കൊണ്ട് ഒരു നീർച്ചാല് അതിങ്ങനെ പോകും. വലിയ ആഴത്തിലല്ല, നല്ല തെളിഞ്ഞ വെള്ളം ഈ ബീച്ചിലൂടെ ഒഴുകി വന്ന് ഈ കടലിൽ ചേരുകയാണ്. ആ നേർരേഖയിലാണ് അത് ഒഴുകുന്നത്. അപ്പോൾ അതിനെ മറികടന്ന് വേണം നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ നിർബന്ധമായിട്ട് അവിടെ മരങ്ങൾ ഒരുപാടെണ്ണം വെട്ടിയിട്ടുണ്ട്, അത് ഇരിക്കണം, ഇവിടെ വരെ മെനക്കെട്ട് വന്നതല്ലേ, കുറേ നേരം ഇരിക്കണം എന്ന് പറഞ്ഞ കക്ഷിയുണ്ട്. അങ്ങനെ ഏതായാലും അവിടെ കുറേ ഇരുന്ന് കാരണം നല്ല വെയിൽ കിട്ടുകയാണ്. ഈ തണുത്ത കാറ്റിൻ്റെ കൂടെ ഈ വെയിൽ അടിക്കുമ്പോൾ വളരെ വല്ലാത്തൊരു സുഖമാണ്. അവിടെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ പിന്നെ തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾ റോഡിലേക്ക് കയറണം. അയ്യോ, അതൊരു കുറച്ച് വല്ലാത്ത ഒരു കയറ്റമായിരുന്നു. ആദ്യം കുത്തനെയുള്ള ഒരു 10-30 പടികൾ കയറി കഴിഞ്ഞിട്ട് പിന്നെ അല്പം ഒരാശ്വാസമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ശകലം പിന്നെ കയറ്റം പോലെ റോഡ് ഇച്ചിരി കുറച്ച് കയറ്റമായിട്ട് കിടക്കുക, അതിൽ കൂടെ കയറി, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ കുത്തനെയുള്ള പടികൾ, ഈ ഒരു 10-30ഓളം പടികൾ വീണ്ടും ഉണ്ട്. അത് കയറിയപ്പോഴത്തേക്ക് വയ്യാതായിപ്പോയി കേട്ടോ. മുട്ടിനൊക്കെ വേദന തോന്നി. ഇത് കയറിയ ഉടനെ ഇരിക്കാനായിട്ട്, കാരണം അവർക്കറിയാം ഇത് കയറുന്ന ആളുകൾ ഇവിടെ വന്ന് ഇരിക്കും എന്നുള്ളതറിയാം. അവിടെ നല്ല ചാരി ബെഞ്ച് ഇട്ടിട്ടുണ്ട്, അങ്ങോട്ട് കയറിയാൽ വൃത്തിയുള്ള ബെഞ്ച്, അതിനകത്ത് ഇരിക്കാൻ. പിന്നെ ഏതായാലും ഞങ്ങൾ ഇരുന്നൊന്നുമില്ല, കാരണം അപ്പോഴത്തേക്ക് ചെറുതായിട്ട് വിശപ്പൊക്കെ അടിച്ചു. വിശപ്പൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞ് നമുക്ക് ഇവിടെ ഒരു എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം, കാരണം ഇനി പോകേണ്ട സ്ഥലത്തേക്ക് ഞങ്ങൾ തില്ലാമൂക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അത് പോകുമ്പോൾ എങ്ങനെയായാലും ഇറ്റ് വിൽ ടേക്ക് 1 more hour, 1 മണിക്കൂർ എടുക്കും. അപ്പോൾ ഒരുപാട് സമയം പോകും. അതുകൊണ്ട് ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയുള്ള കടകൾ നോക്കി നടന്നു കേട്ടോ. അത് നോക്കി നെറ്റിൽ നോക്കി എടുത്ത് അവസാനം ഒരു കട കണ്ടുപിടിച്ചു. ഞങ്ങൾ അവിടെ പോയി ഇരുന്നു.